അറിയാം എനിക്ക്. ഇതാണ് ആഗ്രയിലുള്ള താജ്മഹൽ. ഇങ്ങനെ കണ്ടില്ലേ? നമുക്ക് നേരിട്ട് പോയിട്ട് നോക്കിയാൽ അങ്ങനെ ഐസമിന്റെ ആഗ്രഹം പോലെ താജ്മഹൽ നേരിട്ട് കാണാൻ പോകുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് താജ്മഹൽ കാണാൻ പോകുന്നത്. അപ്പൊ പോയത് ഞാൻ മാത്രം, ഐസമിന് വരാൻ പറ്റിയിട്ടാ. അപ്പൊ ഇതുവരെ താജ്മഹൽ കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ആയിക്കോ, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്തായെങ്കിലും കമന്റ് ആയിക്കോ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലം അൺബിലീവബിൾ ബ്യൂട്ടിഫുൾ. ഇല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മൾ പറഞ്ഞിട്ട് അറിഞ്ഞത് അതൊന്നുമല്ല, നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണണം. അതാണ് ബ്യൂട്ടിഫുൾ. ആ കാണുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അനുഭവിച്ചെന്നറിയണം. അത്രക്കും ബ്യൂട്ടിഫുൾ. ഇത് പണി കഴിച്ചാൽ സമ്മതിക്കണം. കാരണം എന്തെങ്കിലും ഇത് നേരിട്ട് കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവത്രേ. കാരണം നമ്മൾ ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലല്ല, നേരിട്ട് കാണണം. അപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം, യഥാർത്ഥ സൗന്ദര്യം അറിയുന്നത്. അപ്പം ഞാൻ വന്നത് വെച്ചെങ്കിൽ ഇത് കാണാനായിട്ട് പോയതല്ല. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സിലാവും ഞാൻ വണ്ടിൻ്റെ കച്ചവടം, യൂസ്ഡ് കാറിൻ്റെ കച്ചവടം ഉള്ളത്. അപ്പോൾ ഡൽഹിയിൽ നിങ്ങൾ വണ്ടി എടുക്കലുണ്ട്. അപ്പോൾ വണ്ടി എടുത്തിട്ട് വരുന്ന വഴിയിൽ കയറിയത് ഞാൻ കുറേ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷേ ഇന്ന് ഈ പോക്കിന് ഞാൻ തീരുമാനിച്ചിട്ട് പോയത് വരുമ്പോൾ താജ്മഹൽ കണ്ടിട്ട് വരണമെന്ന്. അതുകൊണ്ട് ആഗ്രഹമായി വന്നത്. പക്ഷേ ഇത് കണ്ടില്ല, അങ്ങനെ ഇഷ്ടം തന്നെ. നമ്മൾ കാണേണ്ട കാഴ്ച തന്നെ. ഇന്ത്യയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് താജ്മഹൽ. നമ്മൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മളെ കേരളത്തിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് ഏകദേശം ആൾക്കാർക്കെല്ലാം അറിയൂ. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ആയിക്കോ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. വരേണ്ട റൂട്ടല്ല, കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട എത്ര ചിലവാണ്, എങ്ങനെ വരണേ എല്ലാം കറക്റ്റ് പറഞ്ഞുതരാം. അറിയാത്തവർക്ക് ഏകദേശം ആൾക്കാർക്കെല്ലാം അറിയൂ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ആയിക്കോ. ഇപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് കാണിച്ചാൽ ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഉണ്ട്, പക്ഷേ വീഡിയോ ഒന്നും അലോഡ് ഇല്ല, വീഡിയോ എടുക്കാനല്ലോ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഉൾഭാഗമോ. അപ്പോൾ താജ്മഹൽ കാണാനുള്ള എൻട്രി ഫീസ് വെറും 50 രൂപ. പക്ഷേ ഇപ്പം ഞാനുള്ള ഈ സ്ഥലത്തേക്ക് ഈ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 200 രൂപ കൊടുക്കണോ. ഒരാൾക്ക് 200 രൂപയാണ് അവിടെ പീസ് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ അല്ല പുറത്തുനിന്ന് താജ്മഹൽ കാണാൻ വെറും 50 രൂപയാണ് പീസ് ഉള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം ഈ താജ്മഹലിൻ്റെ ബാക്ക് സൈഡ് പുറകു വശമായിട്ട് വരും. അപ്പോൾ ഇവിടെ വന്നിട്ടാകുമ്പോൾ ടൈം പോകുന്ന അറിയുന്നില്ല, ഇവിടുന്ന് പോകാനേ തോന്നില്ല. കാരണം എന്തോ ഒരു ഫീലിംഗ് ബാക്കിൽ നദിയെല്ലായിട്ട് ഈ വീഡിയോനെ കാണിക്കുന്നുണ്ട്, നോക്കിക്കോ. ബാക്ക് നദിയെല്ലായിട്ട് എന്തോ ഒരു ഫീലിംഗ് ആണ്. ഇവിടുന്ന് തിരിച്ച് പോകാൻ മനസ്സിലായിരുന്നില്ല. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെ. എത്ര ടൈം നിന്നെങ്കിൽ നമുക്ക് അറിയുന്നില്ല, അത്രക്കും ബ്യൂട്ടിഫുൾ. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ താജ്മഹൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ആ താജ്മഹൽ രാവിലെ ഞാൻ വന്നില്ല, അമ്മേൻ്റെ ഒരു ടൈം ഉണ്ടായി. അതുകൊണ്ട് എന്തോ ഒരു ബ്യൂട്ടിഫുള്ളാണ് ഞാൻ ഫസ്റ്റ് കണ്ട കാഴ്ച. പിന്നെ ഈ ബാക്ക് സൈഡ്, ഇതിൻ്റെ ബാക്ക് പുറകു വശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതുവരെ താജ്മഹൽ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് കണ്ടോ. കാരണം കാണേണ്ട സ്ഥലം തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കുക, പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഓക്കെ, ബൈ.